ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ട് ഒരു കിഡിലൻ കേക്ക് തയ്യാറാക്കാം. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതൊരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കിലെ റെസിപ്പിയിലോട്ടേക്ക് പോകാം. ഇതിനു വേണ്ടി ഒരു 24 ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് വേണം. അത് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം, അതിലോട്ടേക്ക് ഇട്ട് നമുക്ക് ഇത് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ ക്രീമോട് കൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. വേറെ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇത് നമുക്കൊരു 2 ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അടുത്ത ബിസ്ക്കറ്റും ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. വീണ്ടും ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത് പൊടിച്ചെടുത്ത ബിസ്ക്കറ്റും ഇതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്നും തരിയൊന്നും ഇല്ലാതെ വേണം പൊടിക്കാൻ, നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. പിന്നെ നമ്മളിതിൽ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ ബിസ്ക്കറ്റിൽ തന്നെ ആ ക്രീമോട് കൂടിയാണ് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വേറെ പഞ്ചസാര ഒന്നും ചേർക്കണ്ട, കണക്കായ പാകത്തിനായിട്ട് തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാ ബിസ്ക്കറ്റും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓറിയോ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അതായത് 1/2 കപ്പ് പാല് വേണം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റിലോട്ടേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം. കട്ടകളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കണം. ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തോട്ടേക്ക് ആകുന്ന നിലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ അധികമായി പോകരുത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് പാല് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടിത് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ബാക്കി വരുന്ന പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പാനിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു പാൻ എടുക്കാം, അതിലോട്ടേക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റാ മാറ്റോ ഇതുപോലെ വെച്ച് ചിലപ്പോൾ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തോട്ടേക്കും. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സ്ക്യൂറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് സെൻറ്ററിലൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. കണ്ടോ, നമ്മുടെ സ്ക്യൂറൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റും ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ കേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി ഒരു സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്കിത് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. പെട്ടെന്ന് തന്നെ ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനിയും പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.